നല്ലൊരു അടിപൊളി മീൻകറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ കോഴിക്കോട് വടകര ഭാഗങ്ങളിലൊക്കെ തേങ്ങ അരച്ച് വെക്കുന്നൊരു മീൻകറി ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ ഇത് അതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാനൊരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത് ഇതിലേക്ക് എടുക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിലെ തക്കാളി കുറച്ച് പഴുപ്പ് കുറവാണ്. നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. തക്കാളി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മീൻകറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വാളൻപുളി അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാതും കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയെ മാത്രമേ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉടഞ്ഞ് വരുള്ളൂ. കാരണം ഈ ഒരു മസാല നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 5-6 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു അരപ്പിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു അരപ്പ് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കാരണം നന്നായി തിളച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായി തിളക്കണം. എന്നാലേ ഒരു പുളിൻ്റെ ടേസ്റ്റൊക്കെ ഈ ഗ്രേവിയിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഉപ്പ് പുളി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീനും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറി റെഡി ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ പിന്നെ അധികം വേവൊന്നുമില്ല. നമുക്കൊരു 10 മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സോസ് പാനിലേക്ക്. കുറച്ച് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഈ വാട്ടിയെടുത്തിട്ടുള്ള ഉള്ളി നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഉള്ളി വാട്ടി ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. ഇതിന് മുകളിലായിട്ട് ഈ കറിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കട്ടെ. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മീൻകറി സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വടകര കോഴിക്കോട് ഭാഗങ്ങളിലുള്ള ഒരു തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻകറി നമ്മൾ ഏത് മീൻ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ്. നല്ല മത്തി അയിലൊക്കെ വെച്ചിട്ട് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മത്തി വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ ഈ ഒരു മീൻകറി കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഏതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.